അനൽക്ക തുടരുന്നുണ്ട്. അനൽക്ക, ഇപ്പോൾ മന്ത്രിയും DMOയും ഒക്കെ സംസാരിച്ചു. എല്ലാവരും 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിൽ ഒരാളുടെ പേര് വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്, ഒരു നീലേശ്വരം സ്വദേശി ഹരിലാൽ. ബാക്കി 2 പേരുടെ പേര് വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അത് സംബന്ധിച്ച് നല്ല വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് അതായത് DMO അതോടൊപ്പം തന്നെ പോലീസ് എന്നിവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം അനുസരിച്ച് 3 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ മരിച്ച 3 പേരിൽ 2 പേരുടെ മൃതദേഹം അല്ലെങ്കിൽ അത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതിൽ ഒരാൾ ഹരിലാൽ എന്ന വ്യക്തിയുടേതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിക്കേറ്റിട്ടുള്ള 4 വിദ്യാർത്ഥികളുടെ നില അതായത് ഗുരുതരമായി പരിക്കാനുള്ളത്. എന്നാൽ അവർ കൊല്ലം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആ അപകടം ഉടനെ തന്നെ അല്ലെങ്കിൽ പോലീസും ഫയർഫോഴ്സും ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ആകെ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ മുതിർന്നവരടക്കം 2 മുതിർന്നവരും ഉണ്ടായിരുന്നു. ഇതിൽ പരിക്കേറ്റ 2 കുട്ടികൾ നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഒരാൾ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ്. അതിൽ ഒരു മുതിർന്നയാളെയാണ് വെഞ്ഞാറമൂട്ടിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ അതായത് ഈ ലോറി അമിത വേഗതയിലായിരുന്നെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതായത് ഈ സ്കൂൾ സമയങ്ങളിലടക്കം ടിപ്പർ ലോറികൾക്ക് സമയ നിയന്ത്രണമുണ്ട്. അതായത് ലോഡ് കയറ്റി പോകുന്നതിനടക്കം ഈ സ്കൂൾ സമയങ്ങളിൽ രാവിലെയും വൈകിട്ടുമായി നിയന്ത്രണങ്ങളുണ്ട്. ചിലപ്പോൾ അത് മറികടക്കാനായിരിക്കും രാവിലെ തന്നെ അതായത് സ്കൂൾ സമയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ടിപ്പർ ലോറി ഇത്തരത്തിലൊരു പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ RTOയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതായത് ഇത് ഡ്രൈവറുടെ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധയാണ് അല്ലെങ്കിൽ ടിപ്പർ ലോറി അമിത വേഗത്തിലായിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം കൂടുതൽ പരിശോധനകൾ വരേണ്ടതുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ അപകടത്തിന് യഥാർത്ഥ കാരണം എന്തെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. അതായത് നാട്ടുകാരടക്കം പറയുന്നത് ഈ ടിപ്പർ ലോറി ഈ ഒരു ബൈക്കിനെ മറികടക്കാനുള്ള ശ്രമത്തിൽ അമിത വേഗതയിലായിരുന്നു സഞ്ചരിച്ചത്. അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ടിപ്പർ ലോറിയുടെ അത് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ റൂറൽ എസ്പിയും DMO അടക്കം ഇപ്പോൾ നിലയിൽ 3 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 3 മരണങ്ങളിൽ 2 പേരുടെ മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരെ അതായത് ഈ മണ്ണിനടിയിലായവരെ പൂർണ്ണമായും എല്ലാവരെയും പുറത്തെടുത്തിട്ടുണ്ട്. അതായത് പരിക്കേറ്റവരെ നിലയിൽ കൊല്ലം ജില്ലയിലെ സ്വകാര്യ ആശുപത്രി അടക്കം പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്ന പരിശോധന ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ JCB ഉൾപ്പെടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന കൂടുതൽ നടക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പോഴും ഈ ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാവിലെയും വൈകിട്ടുമായി ടിപ്പർ ലോറികൾക്ക് സമയ നിയന്ത്രണമുണ്ട്. അതായത് ഈ സ്കൂൾ സമയങ്ങളിൽ ഈ പാതയോരങ്ങളിൽ ഈ ടിപ്പർ ലോറി അല്ലെങ്കിൽ ഓടിക്കുന്നവരൊക്കെ തന്നെ നിയന്ത്രണമുണ്ട്. അതിനു മുമ്പാണ് ഇത്തരത്തിൽ ഏറെ ദാരുണകരമായിട്ടുള്ള സംഭവം മണ്ണ് കയറ്റി വന്ന ലോറി ഇത്തരത്തിൽ വിദ്യാർത്ഥികളടക്കം മുതിർന്നവരടക്കം കാത്തി നിന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഈ ലോറി നിയന്ത്രണം വിറ്റ് മറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോറി ഈ വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കാണ് ഈ മണ്ണടക്കം അല്ലെങ്കിൽ മുതിർന്നവരടക്കം ബസ് കാത്തി നിന്ന മുതിർന്ന ദേഹത്തേക്കാണ് ഈ ലോറി മറയുകയും ചെയ്തിട്ടുള്ളത്. ഈ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോറി അമിത വേഗതയിലായിരുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാനും കഴിയും. കാരണം ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരേണ്ടതുണ്ട്. ഏത് രീതിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ 3 മരണം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിന്റെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ആ സമയം അവിടെ ബസ്സിന് കാത്തു നിന്നവർ 8 പേരായിരുന്നു. അതിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ മുകളിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. അതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2 പേർ മുതിർന്നവരാണ്, ഒരു കുട്ടിയുമാണ്. ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. ചികിത്സയിലുള്ളവർ 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ, ഒരാൾ കൊട്ടാരക്കരയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ, 2 പേരെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളെ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ആളുകളുടെ നില ഏറെക്കുറെ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ
മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ഇനി ബന്ധുക്കളെത്തണം. മൃതദേഹം രണ്ടുപേരെ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങളാണുള്ളത്. ഒരാളെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞത്. നീലേശ്വരം സ്വദേശി ഹരിലാലാണ്. മരിച്ച 3 പേരിൽ ഒരാൾ വിദ്യാർത്ഥിയാണ് എന്നുള്ള സൂചനകളുണ്ട്. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ മൃതദേഹം എന്നതാണ് നേരത്തെ DMO തന്നെ സ്ഥിരീകരിച്ചത്. ഒരു 16 വയസ്സ് തോന്നിക്കും എന്നുള്ളതാണ് നേരത്തെ DMO പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നിരിക്കണം. അക്കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരണം. എന്തായാലും 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്.